ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ബദർ യുദ്ധത്തിന്റെ കാരണങ്ങൾ, പൂർവ്വകാരണങ്ങൾ സമ്പൂർണമായി നമ്മൾ പഠിക്കണം. എന്താണ് ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നന്നായി നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. മുസ്ലിം പക്ഷവും മുശ്രിക്കീങ്ങളുടെ പക്ഷവും നമ്മൾ നന്നായി മനസ്സിലാക്കി വിലയിരുത്തേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കുമ്പോഴാണ് ബദർ യുദ്ധത്തിന്റെ ആ ഒരു രൂപം, അതിന്റെ അത്യാവശ്യകത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും ബദർ യുദ്ധം വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാരണം എന്താണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത്, ബദർ യുദ്ധത്തിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇന്ന് ആധുനിക കാലഘട്ടത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനെ ചൂഷണം ചെയ്ത് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ വ്യംഗ്യമായ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ ബദർ യുദ്ധത്തെ നന്നായി പഠിക്കുക. ഏതായാലും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷം വരെ പരിശുദ്ധമായ മക്കയിൽ വിശ്വസ്തനായി ഏറ്റവും നല്ല പ്രിയപ്പെട്ടവരായി ജീവിക്കുകയും 40ാമത്തെ വയസ്സിൽ പരിശുദ്ധ റബ്ബിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ജൈത്രയാത്ര ആരംഭിക്കുകയും ചെയ്തപ്പോൾ വിശ്വസ്തനും പ്രിയങ്കനുമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ സമയം ശത്രുവായി ഏറ്റവും വെറുപ്പുള്ള ഒരു മനുഷ്യനായി മാറുകയാണ്. മക്ക മുശ്രിക്കീങ്ങൾക്കിടയിൽ തീരാത്ത അക്രമങ്ങൾ പലതും അയച്ചുവിട്ടു. ഒട്ടകത്തിന്റെ കുടൽമാല ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ത്വായിഫിന്റെ വീതികളിൽ രക്തച്ചൊരിച്ചിലുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും പല സമയങ്ങളിലുമുള്ള കൊലപാതക തീരുമാനങ്ങൾക്ക് വരെ വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും. ഒടുവിൽ സ്വന്തം ജനിച്ചു വീണ പിറന്നു വീണ മണ്ണിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആ നേതാവിനും അനുയായികൾക്കും. ഈ സമയങ്ങളിലെല്ലാം അക്രമങ്ങൾ അയച്ചുവിടുമ്പോഴും വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ, അത്യാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ തടങ്കലിലിട്ട് ഉപരോധിച്ചപ്പോഴും പരിശുദ്ധ ഖുർആനിന്റെ 70 സൂക്തങ്ങളും അല്ലാഹു തആല അവതരിപ്പിച്ചത് പ്രതികാരം ചെയ്യരുത്, തിരിച്ചക്രമിക്കരുത്, തിരിച്ചടിക്കരുത്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങരുത് എന്ന മഹത്തായ ശാന്തിയുടെ, ക്ഷമയുടെ, സമാധാനത്തിന്റെ സന്ദേശമായിരുന്നു. ബദർ യുദ്ധത്തിനെ വളച്ചൊടിക്കുന്ന എല്ലാ മതവർഗീയ വിഭാഗങ്ങൾക്കും, മതത്തിന്റെ ഉള്ളിൽ തന്നെ ബദർ യുദ്ധത്തിനെ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുതലെടുക്കുന്ന സർവോപരി രാഷ്ട്രീയക്കാർക്കുമൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട പ്രഥമമായ സന്ദേശം ഇതാണ്. 70ലേറെ തവണ സമാധാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ശാന്തിക്ക് വേണ്ടിയും ക്ഷമക്ക് വേണ്ടിയും പരിശുദ്ധ ഖുർആൻ അരുൾ ചെയ്തിട്ടുണ്ട് എന്നത് നന്നായി നാം മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും വേണം. മദീന മുനവ്വറയിലെ പ്രിയപ്പെട്ട അൻസാരികളുടെ ഊഷ്മളമായ വരവേൽപ്പ് സ്വീകരിച്ച് മദീനയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും യഹൂദി നസാറാക്കൾക്കുമൊക്കെ നീതിപരമായ, സമാനപരമായ ജീവിത സ്വാതന്ത്ര്യമാണ് ഭരണാധികാരിയായ വിശ്വപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതും. സുന്ദരമായ മദീന ഏറ്റവും കൂടുതൽ അതിസുന്ദരമായത് മുത്തുനബിയുടെ ഭരണത്തിന്റെ സുന്ദരമായ നീതി സൗന്ദര്യം കൊണ്ടാണ്. എല്ലാ മതക്കാർക്കും ഒരുപോലെ താമസിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി എല്ലാവരും കൃത്യമായി നന്നായി ഇടപെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം ആ വാർത്ത കേൾക്കാനിടയാകുന്നത്. ശത്രുവിഭാഗത്തിന്റെ അക്രമങ്ങളും ഉപദ്രവങ്ങളും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് മറുകരയിലേക്ക് പലായനം ചെയ്യുമ്പോൾ തങ്ങളുടെ സമ്പത്തുകൾ, പരമ്പരാഗതമായി കിട്ടിയതും അധ്വാനിച്ചുണ്ടാക്കിയതുമായ സമ്പത്തുകളെല്ലാം മക്കയുടെ മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ച് വരേണ്ടി വന്നവരാണ് പ്രിയപ്പെട്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും. ആ സമ്പത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി അതിനെയെല്ലാം കട്ടെടുത്ത് അത് കച്ചവടം നടത്തി അതിൽ കിട്ടുന്ന ലാഭം കൊണ്ട് ആയുധം വാങ്ങി മുസ്ലിമീങ്ങൾക്കെതിരെ തന്നെ മദീനയിലും താമസിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന വലിയ അജണ്ടയോടുകൂടിയാണ് തങ്ങളുടെ സ്വത്ത് കട്ടെടുത്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടം നടത്താൻ അബൂ സുഫിയാനും കൂട്ടരും ഷാമിലേക്ക് യാത്ര പോയത്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളിലൂടെ തിരിച്ചറിയുകയാണ്. മദീനത്തേക്ക് ഈ വാർത്ത എത്തുകയാണ്. ശത്രുവിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു ഒളിയ അജണ്ട മനസ്സിലായപ്പോൾ അതൊരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ സ്വത്തുകളെല്ലാം കട്ടെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്കെതിരെ തിരിയുന്ന പ്രവണത, അത് സമ്മതിക്കരുത് എന്ന നീതിപരമായ ആ ഒരു തീരുമാനത്തിൽ നിന്നാണ്
പരിശുദ്ധമായ റമളാൻ മാസം 8-ന്റെ അന്ന് വിശ്വപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും റമളാൻ 8-ന് നിരായുധരായി അബൂ സുഫിയാന്റെ ചരക്കുകളെ, സ്വന്തം സ്വത്തുക്കളെ തടയിടുക എന്ന നീതിപരമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പുറപ്പെടുന്നത്. അടിവരയിടേണ്ടത് യുദ്ധത്തിനൊരിക്കലും തയ്യാറാവുകയോ ഒരു സംഘർഷണത്തിനുള്ള പ്രിപ്പറേഷൻ നടത്തിയോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് നാം ആവർത്തിച്ച് വായിക്കുകയും അതിന്റെ വിശദാംശങ്ങൾ പഠിക്കുകയും ചെയ്യുക. സയ്യിദുൽ ബഷർ നമുക്കത് വലിയ റെഫറൻസായി നമുക്ക് കാണാവുന്നതാണ്. ഈ വിഷയം അറിയുന്ന അബു സുഫിയാൻ, മുഹമ്മദിനെ തടയാൻ നിൽക്കുന്നുണ്ട് എന്നറിയുന്ന അബു സുഫിയാൻ ലംല ഇബ്നു അംറിൽ ഗിഫാരി എന്ന ചെറുപ്പക്കാരനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും മുഹമ്മദും കൂട്ടരും നമ്മുടെ സ്വത്തുക്കളെ തടയാൻ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രൊട്ടക്ഷന് ആളെ വേണം എന്ന് മക്കയിലേക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മക്കയിലെ ശത്രുക്കളുടെ നേതാവായ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തുമെല്ലാം ആയിരക്കണക്കിന് ആളുകളുമായി, ആയിരക്കണക്കിന് കുതിരകളും ഒട്ടകങ്ങളും വാളും പടയങ്കികളുമായി യുദ്ധത്തിന് തന്നെ തയ്യാറായി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. അബൂ സുഫിയാന്റെ വളരെ കുശാഗ്ര ബുദ്ധി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരുന്ന റൂട്ട് തെറ്റിച്ച് മറ്റൊരു റൂട്ടിലൂടെ മക്കയിലേക്ക് എത്തുമ്പോഴേക്ക് അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അബൂ സുഫിയാൻ മറ്റൊരു വ്യക്തിയെ കൂടി പറഞ്ഞയക്കുന്നു അബൂജഹലിന്റെ അടുത്തേക്ക്. തീർച്ചയായും ഞങ്ങൾ മക്കയിലെത്തി സേഫാണ്, നിങ്ങൾ തിരിച്ചു വരിക എന്ന്. അഹങ്കാരിയായ അബൂജഹൽ അതിന് സമ്മതിച്ചില്ല. പുറപ്പെട്ട ഞങ്ങൾ വെച്ച കാല് പിന്നോട്ടില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ സ്വരം പ്രഖ്യാപിച്ച് അബൂജഹൽ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്, ബദറിലെത്തുകയാണ്. ഇവിടെ അബൂ സുഫിയാനെയും കൂട്ടരെയും തടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിൽ എത്തിയിരുന്നു. വിരലിലെണ്ണാവുന്ന പടയങ്കികളും കുതിരകളും ഒട്ടകങ്ങളുമുള്ള നേതാവും അനുയായികളും 1000-ലധികം വരുന്ന യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയ യുദ്ധസജ്ജരായ സൈനികരെ എങ്ങനെ എതിർത്തു, എങ്ങനെ വിജയിച്ചു എന്നുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായ ചരിത്രമാണ് പിന്നീടുണ്ടായത്. ഏതായാലും ബദർ യുദ്ധത്തിന്റെ തുടക്ക കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും കുടിക്കാനും ഉളൂ ചെയ്യാനും വേണ്ടി വെള്ളം ആവശ്യം വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ദുആഇന്റെ ഫലമായി വെള്ളം വരികയും മഴ വരികയും, മഴ പെയ്തപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരു ഹൗദ് ഉണ്ടാക്കി മഴവെള്ളം സൂക്ഷിക്കുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾക്ക് അത് സാധിക്കാതെ വന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തിലുള്ള ഹൗദിൽ നിന്ന് ഞങ്ങൾ എന്തായാലും വെള്ളം കോരി ആ ഹൗദ് ഉടച്ചു കളയും എന്ന വലിയ അഹങ്കാര സ്വരത്തോടെയാണ് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് യുദ്ധത്തിന് ആദ്യമായി തുടക്കം കുറിച്ചു വന്നത്. അപ്പോൾ ബദർ യുദ്ധത്തിന്റെ എല്ലാ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബദർ യുദ്ധം തുടങ്ങുക എന്നുള്ള ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നത് മുശ്രിക്കീങ്ങളുടെ ഭാഗത്താണ്. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞതാണ് വഹും ബദഊകും അവ്വല മറ, അവരാണ് ആദ്യം തുടങ്ങിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ലക്ഷ്യവും അതാണ്. അലാ തുഖാതിലൂന ഖൗമൻ നകസു ഐമാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മറ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ലക്ഷ്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ശത്രുഭാഗത്തിൽ നിന്നുള്ള യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും യുദ്ധത്തിനുള്ള അവരുടെ തയ്യാറെടുപ്പുകളും, അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ വന്നപ്പോൾ നിവൃത്തിയില്ലാതെ യുദ്ധത്തിന് തയ്യാറാകേണ്ടി വന്ന ഒരു സന്നിവേശമാണ് മുസ്ലിമീങ്ങൾക്ക് അന്നുണ്ടായത്. ഏതായാലും ഇതാണ് ബദർ യുദ്ധത്തിനെ കുറിച്ചുള്ള അത് തുടങ്ങാനുമുള്ള ചെറിയ ഒരു വിശദാംശം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. വിശദമായ പഠനങ്ങൾക്ക് നിങ്ങൾക്ക് കിതാബുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പൂർണ്ണമായും നിവൃത്തിയില്ലാതെ നേരിടേണ്ടി വന്ന യുദ്ധമാണ് ബദർ യുദ്ധം. പക്ഷേ ബദർ യുദ്ധം എന്നുള്ളത് മറ്റു യുദ്ധങ്ങളിലേക്ക് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ അത്യന്താപേക്ഷികമായ ഒരു യുദ്ധമാണ്. യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട, നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും വേർതിരിക്കപ്പെട്ട ദിവസമാണ് ബദർ യുദ്ധ ദിവസം എന്നുള്ളത്. എന്തിനായിരുന്നു ബദർ യുദ്ധം? ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തില, സത്യത്തെ സത്യമായി വേർതിരിക്കാനും ബാത്തിലിനെ ബാത്തിലായി തന്നെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുമാണ് ബദർ യുദ്ധം ഉണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിരായുധരായ 313 സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ, എല്ലാവിധ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി വന്ന ശത്രുക്കളെ
ഈ 313 നിരായുധരായ സ്വഹാബത്ത്, ഒരു കച്ചവടത്ത് സംഘത്തെ തടുക്കാൻ വേണ്ടി മാത്രം വന്ന സ്വഹാബത്ത് എങ്ങനെയാണ് ആ ബദർ യുദ്ധം വിജയിച്ചത് എന്നിടത്താണ് ആധുനിക യുഗത്ത് നാം നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അവർക്ക് അള്ളാഹു മതി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധമായ ബദർ യുദ്ധം എന്നുള്ളത്. നമുക്ക് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഉണ്ട്. ബദർ യുദ്ധം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ലോകത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ, ഇത്രയും സ്നേഹത്തോടെ, സന്തോഷത്തോടെ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാം എന്ന ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മസ്ജിദുൽ ഹരീസ് നിലകൊള്ളുന്ന ആ സ്ഥലത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുവേ, ഇന്ന് ഈ ചെറിയ സൈന്യത്തെ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും നിനക്ക് സുജൂദ് ചെയ്യാൻ ഭൂമിയിൽ ആളുണ്ടാവുകയില്ല എന്ന മുത്തുനബിയുടെ ദുആ ബദർ യുദ്ധത്തിന്റെ ആവശ്യകതയെയും ബദർ യുദ്ധം നമുക്ക് തന്ന നേട്ടത്തെയും നല്ലോണം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തീർച്ചയായും ബദർ യുദ്ധം എന്നുള്ളത് വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ സ്വഹാബത്ത് നിരായുധരാണെങ്കിലും അവരുടെ ദൃഢമായ വിശ്വാസമാണ്, അചഞ്ചലമായ സമർപ്പണ ബോധമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ തവക്കുലായിരുന്നു മുത്തുനബിയെയും നമ്മുടെ അസ്ഹാബുൽ ബദരീങ്ങൾക്കും താങ്ങും തണലുമായത്. ഇസ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുബിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ എന്ന സൂറത്തുൽ അംഫാലിലെ 9ാമത്തെ സൂക്തം നമുക്ക് നന്നായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥന നടത്തിയ സമയം ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എങ്ങനെ? നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ മലായിക്കത്തിനെ ഇറക്കിക്കൊണ്ടാണ് അല്ലാഹു തആല ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചത്. പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ബദർ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ച അതേ റബ്ബ് തന്നെയാണ് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് സാധുക്കളായ പാവങ്ങളായ അടിമകളായ നമ്മോട് ഇന്നും സന്ദേശം നൽകുന്നുള്ളത്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമായും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഏത് ലിബറൽ ആശയക്കാർ വന്നാലും, ഏത് പുത്തനാശയക്കാർ ഏത് ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്താൻ ബദർ യുദ്ധം നമുക്ക് മാതൃകയാണ്. ബദർ യുദ്ധം നമുക്ക് പ്രോത്സാഹനമാണ്, ഇൻസ്പിറേഷനാണ്. ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആധുനിക കാലഘട്ടത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ സംഘടനകളെയൊക്കെ വളർത്താനും നിലനിർത്താനും വേണ്ടി ബദർ യുദ്ധത്തിനെയും മറ്റു ഇസ്ലാമിക യുദ്ധങ്ങളെയും ഒക്കെ കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിമീങ്ങളുടെ ഈമാൻ ചൂഷണം ചെയ്യുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ നാനാർത്ഥത്തിൽ ഏകത്വം എന്നുള്ള മഹത്തായ സന്ദേശത്തിന് കളങ്കമുണ്ടാക്കുന്ന ചില മുസ്ലിം നാമധാരികളുള്ള രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലിബറൽ സംഘടനകളൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ നന്നായി തിരിച്ചറിയുകയും നമ്മുടെ സമൂഹത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്, മുസ്ലിം സമൂഹത്തിനിടയിൽ അവരുടെ ഒളിയ ജണ്ടകളെ നന്നായി ബോധ്യപ്പെടുത്തി അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. തീർച്ചയായും ബദർ യുദ്ധം കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങണമെന്നോ വാളെടുക്കണമെന്നോ പറയാൻ ഒരിക്കലും ബദർ യുദ്ധത്തെ പഠിക്കുന്ന, ബദർ യുദ്ധത്തിന്റെ സത്യസന്ധമായ ആശയങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും സാധ്യമേ അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഒരു അധ്യായം തന്നെ ഉള്ളത് ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണാധികാരിയാണ്, മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, ആ മുസ്ലിം സൈന്യങ്ങളുള്ള ഭരണാധികാരിയാണ്. മുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിം ഭരണാധികാരി മുസ്ലിം സൈന്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ആ ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധവും എല്ലാ യുദ്ധവും. ആ സൈന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണാധികാരിയുടെ സമ്മതപ്രകാരം സൈന്യത്തലവനും സൈന്യാധിപനുമുള്ള യുദ്ധമായിരുന്നു ബദർ യുദ്ധവും ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങളും. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ രാജ്യത്ത് നമ്മുടേതായ ഭരണം കയ്യിലെടുത്ത് മുന്നിൽ ഇറങ്ങണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് ഇന്ത്യ രാജ്യത്തിന് പ്രത്യേകമായ ഭരണകൂടമുണ്ട്, പ്രത്യേകമായ സൈന്യമുണ്ട്, പ്രത്യേകമായ യുദ്ധശാസ്ത്രങ്ങളും
ഉണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധസൈന്യങ്ങളും യുദ്ധോപകരണങ്ങളും നമുക്ക് ഭരണത്തരത്തിലുണ്ട്. അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് ബദർ യുദ്ധത്തെ പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക യുദ്ധങ്ങളെ പോലെ സ്വന്തമായി ഭരണം കയ്യിലെടുത്ത് യുദ്ധത്തിനിറങ്ങാനും മുസ്ലിമീങ്ങളെ തെരുവിലിറക്കാനുമുള്ള അനുമതി ഒരിക്കലും ഇസ്ലാം നൽകുന്നില്ല എന്നുള്ള മഹത്തായ സന്ദേശം മുസ്ലിം ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം സൈന്യം ഭരണത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്ത യുദ്ധമാണ് ബദർ യുദ്ധവും മറ്റുള്ള യുദ്ധങ്ങളും എന്ന പാഠം പഠിപ്പിക്കുകയും അത്തരത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷമകളെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന സംഘടനകളെയും രാഷ്ട്രീയക്കാരെയും സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് ബോധ്യപ്പെടുത്തി സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബദർ യുദ്ധവും മറ്റുള്ള എല്ലാ യുദ്ധങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണമായ ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് എല്ലാ പ്രതിസന്ധികളും മറികടക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായ വിശ്വാസവും പൂർണ്ണമായ സമർപ്പണബോധവും ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തും സ്നേഹവും ഒക്കെ പ്രകടമാകുന്ന വലിയ രംഗങ്ങളാണ് ബദർ യുദ്ധം എന്നത് മനസ്സിലാക്കി, അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ തലമുറകളെ സുന്നത്ത് ജമാഅത്തിന്റെ സത്യസന്ധമായ ആശയത്തിൽ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ നമുക്കുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുള്ള ദുആയോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.